ക്രിസ്തുവിൽ ഏവർക്കും വന്ദനം. ഈ കാലഘട്ടത്തിലെ വിശ്വാസ സമൂഹമെന്ന് അഭിമാനിക്കുന്നവരുടെ ആത്മീയ അലസതകളെ തുറന്നു കാണിക്കുന്ന ഒരു ചെറിയ ദൃശ്യാവിഷ്കാരം നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ. എടി ചിന്നമ്മേ, എന്റെ മൊബൈൽ എവിടെ കൊണ്ടുവച്ചേക്കോടി? എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളോട് 100 തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ചിന്നമോ എന്ന് കിടന്ന് ചുമ്മാ വിളിക്കില്ലെന്ന്. അയ്യോ, എന്റെ നേരെ എന്തിനാണ് നീ കത്തി കൊണ്ട് പാഞ്ഞു വരുന്നത്? ഞാൻ എന്റെ മൊബൈലല്ലേ ചോദിച്ചത്. നിന്റെ പേര് ചിന്നമ്മ ഞാൻ ഇട്ടതല്ലോ, നിന്റെ അപ്പനും അമ്മയുടെ പേരല്ലേ, പിന്നെ ചിന്നമ്മ എന്നല്ല ഞാൻ എന്തുവാടി വിളിക്കണ്ടേ? നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങൾക്ക് തൊമ്മിച്ചൻ എന്നല്ലേ പേരിട്ടെ? എന്നിട്ട് ഞാൻ നിങ്ങളെ എന്താ വിളിക്കുന്നത്? ടോം എന്നല്ലേ? അതേപോലെ നിങ്ങൾക്ക് എന്നെ ചിന്നു എന്ന് വിളിച്ചൂടെ? എല്ലാവരുടെയും മുന്നിൽ ചിന്നു ടോം എന്ത് നല്ല പേരാ അത്. പിന്നെ കല്യാണം കഴിഞ്ഞ് 10-18 വർഷമായി, അവർക്ക് 40 വയസ്സുമായി. ഇപ്പോഴും ആഴ്ചക്ക് 2 പ്രാവശ്യം മുടിയും കറപ്പിച്ച് പുട്ടിയിട്ടുകൊണ്ട് നടക്കുന്നുള്ള ചിന്നു. എന്താ ടോമി പിറുപിറുത്തോണ്ടിരിക്കുന്നേ? അല്ല, നിന്റെ ചിന്നു എന്ന് പറയുന്ന പേര് വളരെ നല്ല പേരാന്ന് പറയുമായിരുന്നു. ആണോ ടോം? ചിന്നു നല്ല പേരാണോ? പിന്നെ വളരെ നല്ല പേരല്ലേ. ജിലേബിയുടെ മണ്ടയ്ക്ക് മുട്ടക്കറി ഒഴിച്ച മാതിരിയുള്ള പേര്, നല്ല പേര്. ഇടി പേരൊക്കെ വെട്ടിച്ചുരുക്കി വലിയ മോഡേണാകുമ്പോൾ നീ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. നിന്റെ അപ്പനും അമ്മയും എന്തുമാത്രം ചാണകവും വാരിയും പശുവിനെ കറന്നിട്ടുമാണ് നിന്നെ ഈ രീതിയിലാക്കിയത് നിനക്ക് അറിയാമോ? അയ്യടാ, ആരാ ഈ പറയുന്നേ? നിങ്ങളെ അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ അപ്പനും അമ്മയും വളർത്തിയത്? പിന്നെ ഒരു വ്യത്യാസമുണ്ട്, അവർ അവരുടെ ഇല്ലായ്മയിലും കർത്താവിനെ സേവിച്ചു. നിങ്ങളോ വലിയ ആളാണെന്നുള്ള അഹങ്കാരം എല്ലാവരോടും പുച്ചു. നിനക്ക് ഇത്രയൊക്കെ പ്രസംഗിക്കാൻ അറിയോ? ശരി, സംസാരിച്ചിരിക്കാൻ സമയമില്ല. നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അതൊക്കെ കിട്ടി. നിന്നോട് സംസാരിച്ചിരുന്ന സമയം പോയത് പറഞ്ഞില്ല. എനിക്ക് ഓഫീസിലോട്ട് പോകാൻ സമയമായി. നിങ്ങൾ പുറത്തോട്ട് പോവാണോ? എന്നാ പിന്നെ എന്നെ ആ റോസ്റ്റി ബ്യൂട്ടി പാർലറിലേക്ക് ഒന്ന് ഇറക്കിയേക്കുവോ? ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ? ഇന്നില്ലേ നമ്മുടെ ചർച്ചിന്റെ 12 hours പ്രെയർ ഉള്ളത്? നീ രാവിലെ ഏത് ഊട്ടി പാർലറിലോട്ട് അടി പോകുന്നു? ഈ ഉപദേശിക്കുന്നൊന്നും ബാധകമല്ലേ? എടി, പ്രാർത്ഥന എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോയിരുന്ന 2 മണിക്കൂർ വെറുതെ പോവും. ഈ പാടുന്ന പാട്ടും പ്രാർത്ഥനയൊക്കെ നമുക്ക് അറിയാത്ത കാര്യമാണോ? 2 മണിക്കൂർ ഓഫീസിൽ പോയിരുന്ന 4 മണിക്കൂറിന്റെ കാശ് നമുക്ക് കിട്ടൂടി. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഇത്രയും ഓവർ ടൈം ചെയ്തിട്ടും ഒന്നിനും തികയുന്നില്ലല്ലോ. എടി ചിന്നു ടോമേ, നീ മുടി കറുപ്പിച്ചും മുഖം വെളുപ്പിച്ചും കുടുംബം വെളുപ്പിച്ച കാശ് തിരിച്ചു പിടിക്കാനാ ശനിയാഴ്ച ഞാൻ ഓവർ ടൈം ചെയ്യാൻ പോകുന്നത്, അറിയാമോ? എൻ്റെ ടോമേ, നിങ്ങൾ എന്തോ വിചാരിച്ചേ? ഇന്ന് സെക്കൻഡ് സാറ്റർഡേ മീറ്റിംഗ് ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ 4 ആൾക്കാരൊക്കെ കൂടുന്നതല്ലേ? അവിടെ ഞാനിച്ചിരി വൃത്തിക്കും മെനയ്ക്കും ഒക്കെ പോകണ്ടേ? നീ എന്തേലും കാണീര്. അല്ലേ പിന്നെ ടോമേ, ഞാൻ ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്നില്ല. അയ്യോ, നിനക്ക് ഇത്ര പെട്ടെന്ന് മാനസാന്തരം വന്നോടി? അതല്ലെന്നേ, അവർ പുതിയൊരു സർവീസ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടെന്നേ, ബ്യൂട്ടി അറ്റ് ഹോം. അവരുടെ ഒരു സ്റ്റാഫിനെ നമ്മുടെ വീട്ടിലേക്ക് വിടുവന്നേ. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. മീറ്റിംഗ് തുടങ്ങി. നമ്മുടെ ചിന്നുവിന് അർജന്റായിട്ടൊരു ഗസ്റ്റ് വീട്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഓഫീസിൽ അർജന്റായിട്ട് കുറച്ച് പണി തീർക്കും. അതിഥി സൽക്കാരം ഒക്കെ നല്ലതാ, പക്ഷെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുള്ള ദിവസം അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. നോഹയുടെ കാലത്ത് ഇതുപോലെ തിന്നും കുടിച്ചും ജനം ആ നാടുകളെ നശിപ്പിച്ചു. ഞാൻ പറയാനുള്ളത് പറഞ്ഞേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. ചിന്നൂസെ, ആ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്തേ. ആമസോണിൽ നിന്നാ തോന്നുന്നത്. ഇതാരാ? പാപ്പച്ചായനോ? ചിന്നു ഇന്ന് മീറ്റിങ്ങിനൊന്നും പോയില്ലേ? ഇല്ല ചായ, കുറച്ച് തിരക്കായി പോയി. അതിരിക്കട്ടെ, നമ്മുടെ തൊമ്മിച്ചൻ എന്തിയേ? ഇവിടെ ഉണ്ട് ചായ, കയറി വാ. ഇതാര്? പാപ്പച്ചാനോ? വന്ന കാലം ഇരിക്കാ നിക്കച്ച. അല്ല ചാ, ഇരിക്കച്ച. എന്റെ തൊമ്മിച്ച, ഞാൻ ഈ നെസ്റ്റോ വരെ വന്നത്. അപ്പം ഇവിടെ അടുത്ത് വന്നപ്പോൾ നിന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചു. കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കാനും ഉണ്ടായിരുന്നേ. എന്തു വെച്ചാ ഇതിനു വേണ്ടി സംസാരിക്കാം? വാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അതിപ്പം ഞാനിപ്പം നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററൊക്കെ അല്ലേ. ഈ കോവിഡ് കഴിഞ്ഞ് പിന്നെ ഓൺലൈന് ഓഫ്ലൈന്, ഇതിപ്പോൾ ഓണാണോ ഓഫാണോ എന്താണെന്നോ മൊത്തത്തിലങ്ങൊരു ഇതാടാ. ഇപ്പം നമ്മുടെ പിള്ളേരൊക്കെ, വരുന്ന പിള്ളേരെ പഠിപ്പിക്കാനുള്ള സാറുമാരില്ല. അങ്ങനെ കുറേ പ്രയാസങ്ങളിലൊക്കെ ഇങ്ങനെ പോവുക. അപ്പം അതൊന്ന് നീയുമായിട്ടൊന്ന് സംസാരിച്ച് പരിഹരിക്കാമെന്ന് വെച്ചിട്ടാ. അതിന് സൺഡേ സ്കൂളിൻ്റെ ആൾക്കാരൊക്കെ ഇല്ലയോ വെച്ചാ? നമ്മുടെ ടിബിമോൻ എന്തിയേ? അവനെ ഇപ്പം ചർച്ചിലൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ. അച്ഛൻ എന്തോ വെച്ച് പറയുന്നേ? കോവിഡിന് ശേഷം പിള്ളേരൊക്കെ ഹൈടെക് അച്ഛാ. അത് മാത്രമല്ല, അവ ഇപ്പോൾ ഹയർ സ്റ്റഡീസിനൊക്കെ വേണ്ടി പ്രിപ്പയറും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരുടെ ഒരു കുറവ് വന്നപ്പം
നമ്മുടെ കുഞ്ഞല്ലേ അവൻ 10-12 ക്ലാസ് സൺഡേ സ്കൂൾ പഠിച്ച ആത്മീയ നിലവാരമുള്ള ഒരു കുഞ്ഞെന്നുള്ള നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ എന്നുള്ള നിലയിൽ അവനെ ഉൾപ്പെടുത്താമെന്ന് ഞാൻ കരുതി. അതുകൊണ്ട് നിന്നോടൊന്ന് ആലോചിക്കാമെന്ന് വെച്ചാൽ തൊമ്മിച്ചാ ഞാൻ വന്നേ. അച്ഛാ എൻ്റെ മോൻ ടിബിയെ കുറിച്ച് എന്നാന്ന് വെച്ചാ പറയുന്നേ? അതേടാ മോനെ, അച്ഛാ സൺഡേ സ്കൂള് മാത്രം ഒന്നുകൊണ്ടൊന്നും അല്ല, അതിൻ്റെ വളർത്തു ഗുണം കൂടെ. നീ എന്താന്നേലും അവനോടൊന്ന് സംസാരിക്കുക. നമുക്കൊരു ടീച്ചറിൻ്റെ ആവശ്യമുണ്ട്. അവനെപ്പോലെ ഒരാളെയാ വേണ്ടി. എൻ്റെ പൊന്നച്ഛാ, ഞാൻ അവനോട് സംസാരിക്കാനൊന്നും പോത്തൊന്നുമില്ല. പിള്ളേർ അവരുടേതായിട്ടുള്ളൊരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുക. അവൻ്റെ റൂമിലോട്ട് അച്ഛാ ഒന്ന് കയറി നോക്കണം. അതെന്താടാ അവൻ്റെ റൂമിൽ ഇത്ര പ്രത്യേകത? അതോ, ഞാൻ അവൻ്റെ റൂമിൽ കഴിഞ്ഞ ദിവസം വെറുതെ ഒന്ന് കയറിയപ്പോൾ കിട്ടിയത് അച്ഛാ 5-6 പടമൊക്കെ. അച്ഛാ നോക്ക്, അച്ഛന് പരിചയമുള്ളവരല്ലോ ആണോ? ഈ പടം കണ്ടിട്ട് ഏകദേശം ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ്റെ കൂട്ടൊക്കെ ഉണ്ടല്ലോ. അല്ലേ, പഴയ നിയമ ഭക്തന്മാരൊക്കെ ആയിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു വളർച്ചയെ. അച്ഛൻ മത്തം കുത്തിയ കുമ്പളം മുളക്കത്തില്ലല്ലോ. എടാ തുമ്മിച്ച ഇതാരാ കാടളകി വരുന്നു? Yo man, Uncle Papachan, what's up? ഇതാരാടാ മോനെ? ഇത് ടിബി മോന്റെ സൗണ്ട് പോലുണ്ടല്ലോ. ഇത് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബാർബർ ഷോപ്പ് അങ്ങ് ഓപ്പൺ ആക്കിയില്ലേ? ഇവനാകെ അങ്ങ് ആള് മാറിയല്ലോടാ. ഇതാ അച്ഛൻ നേരത്തെ അച്ഛനോട് ഞാൻ പറഞ്ഞ എൻ്റെ മോൻ ഹൈടെക് ആയിരുന്നു. എടാ, നമ്മൾ ആലോചിച്ച കാര്യം ഒന്നും ഇനി അവനോട് പറയണ്ട. ഞാനിവിടെ വന്നിട്ടുമില്ല, നമ്മളൊന്നും സംസാരിച്ചിട്ടുമില്ല. എന്താ ഡാഡ് വല്ല കല്യാണാലോചനയും? അതൊന്നും അല്ല മോനെ. തുമ്മിച്ച എങ്കിൽ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. മോമ്മി കഴിക്കാനൊന്നുമില്ലേ? എൻ്റെ പൊന്നുമോന് ഞാനിപ്പോൾ കഴിക്കാൻ തരാം. ആ പാപ്പച്ചാൻ ഇപ്പോൾ അവിടൊക്കെ ചെന്ന് എന്തൊക്കെ ആരോടൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. ചർച്ചിലുള്ളവരെയൊക്കെ ഞാൻ എങ്ങനെ ഇനി ഫേസ് ചെയ്യും? എൻ്റെ കർത്താവേ, നിങ്ങൾ എന്താ മനുഷ്യ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇനിയൊന്നും മിണ്ടായിരിക്കും ചിന്നു. അവനെ അവൻ്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കാമോ? അപ്പൻ ഇപ്പോഴാണപ്പാ എൻ്റെ അപ്പനായത്. അല്ല, എന്തിനാ ഞാൻ എൻ്റെ എനർജി വേസ്റ്റ് ആക്കുന്നേ? അപ്പനും കൊള്ളാം, മോനും കൊള്ളാം. മോം, ഐ ആം ഹംഗ്രി. എൻ്റെ ടിബി, കർത്താവ് പറഞ്ഞിരിക്കുന്നത് സ്വന്തം വേർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്നാ. മമ്മിക്ക് അറിയില്ല എനിക്ക് അപ്പം ഇഷ്ടമല്ലെന്ന്. ഓംലേറ്റ്. അയ്യോ, എൻ്റെ കെട്ടുകൂതിൻ്റെ ടൈമായി. മമ്മി പെട്ടെന്നൊരു ബുൾസ എടുത്തേ. നിങ്ങൾ അമ്മയും മോനോട് അപ്പം ചുടുക്കുക, ബുൾസ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഓഫീസിൽ പോവാം. ഹലോ Hello, Bethel TB Tommy? ഹൂ? TB Tommy? വാട്ട്? The Malum Arabi? No, English. Maafi malo? Only English. Your son is here at Al Barsha police station. Yalla taal jaldi. Come fast. Okay, sir. Okay. ഈ അച്ഛനിത് എവിടെ പോയി കിടക്കുക? ഫോൺ എടുക്കുന്നില്ലല്ലോ ദൈവമേ. ഹലോ ടോം, നിങ്ങളിത് എവിടെ പോയി കിടക്കുവോ? ഞാൻ എത്ര പ്രാവശ്യമായിട്ട് നിങ്ങളെ വിളിക്കുക. ഞാൻ ഓഫീസറുടെ കാര്യം പറ. നിങ്ങളെ കിട്ടാഞ്ഞിട്ട് ഞാനിപ്പോ ഇറാഖ് രഞ്ജിയെ വിളിച്ചു. നമ്മുടെ മോന്റെ കാര്യം നിങ്ങൾ വല്ലതും അറിഞ്ഞോ? എനിക്കിപ്പോ ബർഷ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വന്നെന്നേ. പോലീസ് സ്റ്റേഷനിൽ അതേന്നേ, നമ്മുടെ മോനെ അവരവിടെ എന്തോ കേസിൽ പിടിച്ചു വെച്ചേക്കുവാണെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചായ. അല്ല ചായ, അച്ഛാ എന്തായാലും ഒന്ന് ബർഷ പോലീസ് സ്റ്റേഷനിലോട്ടൊന്ന് പോയി. എനിക്കാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ലെന്നേ. ഇല്ലെന്നേ, എന്റെ മുഖത്ത് ഇപ്പൊ ഫേസ് പാക്ക് ഇട്ടതേ ഉള്ളൂ. അവര് പറഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞേ കഴുകി കളയാവുന്ന. ചെറുക്കൻ ഓരോന്ന് പറ്റിയിരിക്കുമ്പോ അവിടെ ഒരു ഫേസ് പാക്ക്. A few moments later. അവര് വന്നെന്നാ തോന്നുന്നേ. മമ്മി, എൻ്റെ എല്ലാം പോയി മമ്മി. എൻ്റെ ഡ്യൂക്ക് 250 പോയി മമ്മി. എൻ്റെ എല്ലാം പോയി മമ്മി. നിന്റെ മുടി എന്തിയടാ മോനെ? അതും ഒരു വെട്ടി മമ്മി. ഇനി അങ്ങനെ നടന്നാ പിടിച്ച് അകത്തിടൂന്നാ പറഞ്ഞേക്കുന്നത്. രഞ്ജി ബ്രദർ, എന്തോ പറ്റിയതാ അവന്? എൻ്റെ അമ്മാമ്മോ ഒന്നും പറയണ്ട. ദൈവം പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് ഈ കേസിൽ നിന്ന് നമ്മളൊന്ന് ഊരിപ്പോരുന്നത്. ഡാഡി എന്തിയടാ? ചിന്നമ്മാമയ്ക്ക് എല്ലാം കൊണ്ടും നല്ല കാലമാണല്ലോ. ബൈ 1 get 1 ഫ്രീയുടെ കാലമാ. എനിക്കെന്തായാലും 2 കൈയല്ലേ ഉള്ളോ. രണ്ടാമത്തെ സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ രഞ്ജി,
ഒന്ന് പതുക്കെ പിടിക്കരുത്. ഇതിന്റെ എവിടെ പിടിക്കാന്ന് വെച്ചാ മൊത്തം പ്ലാസ്റ്റർ അല്ലേ? എടി ചിന്നു നോക്കിക്കാന്ന് പിടിക്കടി. ഡാഡി പോട്ടെ ഡാഡി. നീ പോടാ, നീ കാരണം ഞാൻ ഇപ്പൊ പടമായനെ. യോ, നിങ്ങൾക്കിത് എന്തോ പറ്റി? എന്താ പറ്റാനാ ഇതിൽ കൂടുതൽ? നീ ആ ഷേഖ് സാരദ് റോഡിൽ ആ ജുമേറയ്ക്കുള്ള എക്സിറ്റിന്റെ അവിടെ ഒരു ഡിവൈഡർ കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ട്. എന്നാ ഞാൻ അത് കണ്ടില്ല, വെപ്രാളത്തിനിടയ്ക്ക് ഒന്നും കണ്ടില്ല. എന്നിട്ട് എന്താവാനാ, വണ്ടി പോയി ഡിവൈഡർ ഇടിച്ച് തല കുത്തി മറിഞ്ഞ് സീറ്റുകൾ കിട്ടാനോണ്ട് ഈ പരുവത്തിലെങ്കിൽ ഇനി എത്താൻ പറ്റി. എന്റെ കർത്താവേ, ഞാൻ എത്ര നാൾ ഓവർ ടൈം ചെയ്താൽ ഈ കടമൊക്കെ ഒന്ന് വീട്ടാൻ പറ്റും? എൻ്റെ ദൈവമേ, മീറ്റിങ്ങിനും പോവാ ദൈവത്തെ കളിപ്പിച്ചുകൊണ്ട് നടന്നതിൻ്റെയൊക്കെയാ ഈ അനുഭവിക്കുന്നത് നമ്മൾ. അതെ അച്ചായ, വളരെ ശരിയാ. കേറി വന്നാട്ടെ, അവരകത്തുണ്ട്. തുമ്മിച്ചായ, ഇത് എന്തു പറ്റി? വന്നല്ല, രാവിലെ ഞാൻ തൊമ്മിച്ചനെ ഫോൺ ചെയ്ത് പറഞ്ഞതല്ലേ, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പഞ്ചറാ ഒരു സ്ഥലം കൂടി ഇല്ല, പൊത്തുവാക്കൂടെ പറഞ്ഞ് എന്നെ മൊത്തത്തിൽ തളത്തല്ലേ. എൻ്റെ തൊമ്മിച്ച, എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളെ ഉപദേശിച്ച അപ്പനെയും മകനെയും നിങ്ങൾ കേട്ടനുസരിച്ചില്ലല്ലോ. ഇന്ന് രാവിലെ കൂടെ ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതല്ലേ, ദൈവാലോചനയെ നമ്മൾ തുച്ഛീകരിക്കരുത്. ഇത്രയേ സംഭവിച്ചുള്ളല്ലോ. ബാലശിക്ഷ നൽകുന്നത് ഒരിക്കലും നമ്മൾ ദോഷത്തിനായിട്ടല്ല, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദൈവം ഒരു അവസരം കൂടെ നമുക്ക് തന്നിരിക്കുക. തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം. ഇങ്ങനെ ഒരു പൊത്തുവരുത്ത ജീവിതമല്ല തുമ്മിച്ച ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കണമെന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുക. കോവിഡ് കഴിഞ്ഞ പിന്നെ നിങ്ങൾ ഈ പഴയ നിലവാരത്തിലൊന്നുമല്ല നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ അല്പം പുറമോട്ടാ. ഇവനെ ഇങ്ങനെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ടിബിമോനെ, നിന്റെ മുടിയൊക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോൾ പറഞ്ഞല്ലേ ഒന്ന് വെട്ടി വൃത്തിയാക്കണമെന്ന്. നിന്നെ ഇങ്ങനെ കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടാ ടിബിമോനെ. എന്താ പറ്റിയത് നിനക്ക്? ഒന്നും പറയേണ്ട കേട്ട് എന്നെ ചതിച്ചതാ, എന്നാൽ ദൈവം എന്നെ അതിൽ നിന്ന് വിടുവിച്ചു. ശരി, എല്ലാം ശരിയാണ്. ഞാനൊരു അപ്പനെന്ന നിലയിൽ ഞാൻ വളരെ തോൽവിയാണെന്ന് ഞാനിപ്പോൾ മനസ്സിലായി. ഇവൻ ആ റൂമിനകത്ത് കയറി കഥ അടച്ചിരുന്ന് ഓരോന്ന് കാണിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ എല്ലാം നല്ല കാര്യം ചെയ്യുവാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെ വലിയ വലിയ കെണികളിലേക്ക് അകപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. പിന്നെ നിങ്ങളിവിടെ കുടുംബമായിട്ടുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിങ്ങൾ മനഃപൂർവ്വം പ്രാർത്ഥന കൂട്ടായ്മകളെ മുടക്കുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും തിരക്കുകളുണ്ട് തുമ്മിച്ച. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമുക്ക് നന്മകൾ തരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് സമയം കിട്ടുമ്പോഴൊക്കെ ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് സ്തോത്രയാഗം അർപ്പിക്കുക എന്നുള്ളതാണ്. അച്ഛൻ്റെ പിതാവിനെയും മാതാവിനെയും കുറിച്ച് ഈ ദൈവസഭയിൽ നല്ല സാക്ഷ്യമുള്ളതാണ്. ആ ഇട്ടിച്ചാനും അമ്മാമയും അദ്ദേഹം നല്ലോണം അധ്വാനിച്ചു കുടുംബം പുലർത്താൻ വേണ്ടി. അതുപോലെ തന്നെ അദ്ദേഹം ഓടി. സമയം കിട്ടുമ്പോഴൊക്കെ ദാനിയേലിനെ പോലെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് പിതാവിൻ്റെ അടുത്ത തലമുറയായ നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചു ഇത്രത്തോളം കൊണ്ടുവന്നത്. എന്നാൽ നിങ്ങൾ ചെയ്യുന്നതോ മനഃപൂർവ്വം മീറ്റിങ്ങുകളെ ഉപേക്ഷിച്ച് മൊബൈൽ ഫോണിലും ഓൺലൈൻ മീഡിയകളിലും ഒക്കെ സമയങ്ങളെ ചെലവഴിച്ച് പലപ്പോഴും ആരാധനയുടെ നമ്മുടെ 2 മണിക്കൂർ പോലും നിങ്ങൾക്ക് അസഹ്യമായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഈ അലസത കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ, അടുത്ത തലമുറ വളർന്നു വരുന്നത്. തുമ്മിച്ച, നിങ്ങളുടെ പിതാക്കന്മാർ വിശ്വസ്തയോടെ നിന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ നന്മ അനുഭവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പണത്തിൻ്റെയും പ്രശസ്തിയുടെയും പുറകെ പോകുന്നത് കൊണ്ട് നിങ്ങളുടെ തലമുറകൾ ഇങ്ങനെ പല നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. മലാക്കി 4:1 ഇപ്രകാരം പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ സകല അഹങ്കാരികളും ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കോപത്തിൽ എറിയപ്പെടുവാനിടവരാതെ മാതൃകയുള്ള, സാക്ഷ്യമുള്ള, പ്രത്യാശയുള്ള, ദേശത്ത് മാതൃകയായി ജീവിക്കുന്ന ഒരു കുടുംബമായി തീരുവാനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, ആത്മാവിൽ എരിവുള്ളവരായി നമുക്ക് ദൈവസന്നിധിയിൽ വസിക്കാം. അതുകൊണ്ട് ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ
പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. തൊമ്മിച്ച, ഈ പ്രതിസന്ധി പ്രമോഷനാണ്.